ഹായ് ഫ്രണ്ട്സ്, സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വെറൈറ്റി ആയിട്ട് ഒരു ടേസ്റ്റി കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പത്തിരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു കപ്പ് തേങ്ങയുണ്ട്, അരക്കപ്പ് ശർക്കര, ഒരു 3-4 ഏലക്കയുടെ കുരു മാത്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു സ്പൂണ് നെയ്യ് ആവശ്യമായിട്ടുണ്ട്, ഒരു നേന്ത്രപ്പഴം. ഇത്രയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഈ പഴം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. നമുക്കൊരു സ്റ്റീമർ അടുപ്പിൽ വെച്ച് അടുപ്പൊന്ന് കത്തിക്കാം. ഇതിലേക്ക് നമുക്ക് ഈ പഴം വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. പത്തിരിപ്പൊടിയൊന്ന് നമുക്ക് ഇളക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ചുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറേശ്ശെയായിട്ട് മാവിട്ട് കൊടുക്കാം. മാവ് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പൊന്ന് ഓഫ് ചെയ്ത് മാവൊന്ന് തണുക്കാനായിട്ട് ഇറക്കി വയ്ക്കാം. പഴം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പാൻ വെച്ച് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ശർക്കര ഇട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശർക്കരയും തേങ്ങയും കൂടെയുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരുന്ന പഴം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഇതൊന്ന് എടുക്കാം. ഇതൊന്ന് ഉടച്ചെടുക്കണം. നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ച് വേണം ഇതെടുക്കാനായിട്ട്. പഴം നമ്മൾ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ നേരത്തെ റെഡിയാക്കി വെച്ച മാവിലേക്ക് നമുക്ക് ഈ പഴം ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ പഴവും മാവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ബോളുകളാക്കി ഒന്ന് കൈ വെയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങയുടെയും ശർക്കരയുടെയും മിക്സ് കുറച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഒരെണ്ണം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബോളും ഒന്ന് റെഡിയാക്കി എടുക്കാം. എല്ലാം തന്നെ ഉരുളകളാക്കി നമ്മളൊരു സ്റ്റീമറിനകത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം. ഇപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഒരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.